ഡൽഹിയിൽ നിന്ന് വെറും 55 കിലോമീറ്റർ അകലെയുള്ള ഹരിയാനയിലെ തജാർ ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതുകയാണ്. പുറമേ നോക്കുമ്പോൾ സാധാരണ വ്യവസായിക നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലെ തോന്നാമെങ്കിലും അവിടെ ഉയർന്നു വരുന്നത് ഇന്ത്യയുടെ സൈനിക സ്വയം പര്യാപ്തതയെയും ആഗോള പ്രതിരോധ ഉൽപാദന ഭൂപടത്തെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണ്. 2024 മാർച്ചിൽ സ്വീഡിഷ് പ്രതിരോധ ഭീമനായ സാബ് സ്വീഡന് പുറത്തുള്ള തങ്ങളുടെ ആദ്യ കോൾ ഗസാഫ് നിർമ്മാണ യൂണിറ്റിന് ഇവിടെ തറക്കല്ലിട്ടപ്പോൾ അതൊരു സാധാരണ നിക്ഷേപ പ്രഖ്യാപനം മാത്രമായിരുന്നില്ല. ഇന്ത്യയെ ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയുടെ കേന്ദ്രത്തിലേക്ക് ഉയർത്തുന്ന നീക്കമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിശ്വസനീയവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതുമായ തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആയുധങ്ങളൊന്നാണ് കാൾ ഗസാഫ് റീകോയിൽ ലെൻസ് റൈഫിൾ. മലനിരകളിലും അതിർത്തി മേഖലകളിലും നഗരയുദ്ധങ്ങളിലും ഒരുപോലെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഈ ആയുധം പതിറ്റാണ്ടുകളായി നിരവധി രാജ്യങ്ങളുടെ സൈനിക തന്ത്രങ്ങളിൽ നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത്. ഇന്ത്യ 1976 മുതൽ കാൾ ഗസാഫ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഏകദേശം 5 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന പരിചയവും യുദ്ധാനുഭവവും ഈ ആയുധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യം ഇറക്കുമതി ചെയ്ത ആയുധമായി തുടങ്ങിയ ബന്ധം ഇന്ന് ഇന്ത്യയിൽ തന്നെയുള്ള പൂർണ്ണ നിർമ്മാണ പങ്കാളിത്തത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. തജാറിൽ നിർമ്മിക്കപ്പെടുന്ന പ്ലാന്റ് ഇന്ത്യൻ സായുധ സേനയ്ക്കായി ഏറ്റവും പുതിയ M4 പതിപ്പിലെ കാൾ ഗസാഫ് റൈഫിലുകൾ നിർമ്മിക്കപ്പെടുന്നതിനോടൊപ്പം ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്കായി ഘടകങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. ഇതോടെ ഇന്ത്യ വെറും ഉപഭോക്തൃ രാജ്യമല്ല, ആഗോള പ്രതിരോധ ഉൽപാദന ശൃംഖലയിലെ നിർണായക കേന്ദ്രമായി മാറുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ 100% വിദേശം അത് നേരിട്ടുള്ള നിക്ഷേപത്തിന് അനുമതി നേടിയ ആദ്യത്തെ ആഗോള പ്രതിരോധ കമ്പനിയായ സാബ് മാറിയിരിക്കുകയാണ്. ഇത് ഡൽഹിയുടെ മേക്ക് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിനും ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾക്കും വലിയ അംഗീകാരമായി കണക്കാക്കപ്പെടുകയാണ്. ഈ നിക്ഷേപം വെറും ആയുധ നിർമ്മാണത്തിന്റെ കഥ മാത്രമല്ല, ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ വ്യവസായിക ബന്ധത്തിന്റെ പ്രതിഫലമാണ്. ഉപഭോക്താവും വിതരണക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് സാങ്കേതിക വിദ്യയും നിർമ്മാണ ശേഷിയും പങ്കിടുന്ന തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഇരു രാജ്യങ്ങളും വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാബിന്റെ തീരുമാനം ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ ചുവടുവെപ്പായി വിലയിരുത്തപ്പെടുകയാണ്. പ്രതിരോധ മേഖലയിലെ ഈ സഹകരണം ഇന്ത്യയുടെ വാണിജ്യ വാഹന വ്യവസായത്തിലും സമാനമായി പ്രതിഫലിക്കുന്നു. 2008 സ്വീഡിഷ് വാഹന ഭീമനായ വോൾവോ ഗ്രൂപ്പും ഇന്ത്യയിലെ ഐഷർ മോട്ടോഴ്സും ചേർന്ന് രൂപീകരിച്ച VE കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് സംയുക്ത സംരംഭം ഇന്ന് ഇന്ത്യ സ്വീഡൻ വ്യവസായ സഹകരണത്തിന്റെ ഏറ്റവും വിജയകരമായ മാതൃകകളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീഡൻ സന്ദർശനത്തിനും ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. 2018 ശേഷമുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്ദർശനം വെറും ഒരു നയതന്ത്ര ഔപചാരികതയല്ല, ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക വ്യവസായ ബന്ധത്തിന്റെ പുതിയ ഘട്ടത്തിലേക്കുള്ള രാഷ്ട്രീയ സന്ദേശവുമാണ്. ആഗോള വിതരണ ശൃംഖലകൾ പുനഃക്രമീകരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയെ വിശ്വസനീയ നിർമ്മാണ കേന്ദ്രമായി ഉയർത്തിക്കാട്ടാനുള്ള അവസരമായി ഇന്ത്യ ഈ ബന്ധത്തെ കാണുകയാണ്. ഒരു കാലത്ത് ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഇന്ന് ആഗോള പ്രതിരോധ എഞ്ചിനീയറിംഗ് നിർമ്മാണ ശൃംഖലയുടെ അവിഭാജ്യ ഘടകമായി മാറുകയാണ്. തജാറിലും അതോടൊപ്പം തന്നെ പിതാംപൂരിലും ഉയരുന്ന ഈ ഫാക്ടറികൾ വെറുമൊരു വ്യവസായ യൂണിറ്റുകളല്ല, ഇന്ത്യയുടെ മാറുന്ന സാമ്പത്തിക പ്രധാനത്തെ അല്ലെങ്കിൽ ഒരു തന്ത്രപ്രധാന തിരിച്ചറിവിന്റെ ഒരു പ്രതീകങ്ങളായാണ് ഇതിപ്പോൾ മാറുന്നത്.